ചൈനയിലെ ബീജിംഗ്, ഷാങ്ഹായ് തുടങ്ങിയ പ്രദേശങ്ങളെ തകർക്കാൻ ശേഷിയുള്ള 5500 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. US, UK, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമുണ്ടായിരുന്ന MIRV സാങ്കേതികവിദ്യ ഇപ്പോൾ ഇന്ത്യക്കും സ്വന്തമായിരിക്കുകയാണ്. ഇത് ചൈനയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്ന വാർത്തയല്ല. ഇത്തരത്തിലൊരു സാങ്കേതികവിദ്യ ഇന്ത്യ കൈവരിച്ചത് ഒരുപക്ഷെ ചൈനയ്ക്ക് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. ചൈന പല ഘട്ടങ്ങളിലും അവരുടെ കൈവശമുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഏത് പ്രദേശത്തെയും തകർക്കാൻ കഴിയുമെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അഗ്നി 5ന്റെ വരവോടെ ചൈനയുടെ ബീജിംഗ്, ഷാങ്ഹായ്, ഹോങ്കോങ്, ഗാൻചോ എന്നിവിടങ്ങളെ ആക്രമിക്കാൻ സാധിക്കുമെന്നത് ചൈനയുടെ ഉറക്കം തന്നെ കെടുത്തിയിരിക്കുകയാണ്. അഗ്നി 5ന്റെ പരീക്ഷണം നടക്കുന്ന അതേ സമയത്ത് തന്നെ ചൈനയുടെ ഗവേഷണ കപ്പലായ സിയാങ്യാങ് ഹോങ് 1 ഇന്ത്യൻ ഓഷൻ റീജിയനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മാരിടൈം അനലിറ്റിക്സ് പ്രൊവൈഡർ മറൈൻ ട്രാഫിക് പറയുന്നതനുസരിച്ച് ചൈനീസ് കപ്പൽ സിയാങ്യാങ് ഹോങ് 1 ഫെബ്രുവരി 23-നാണ് ചൈനീസ് തുറമുഖമായ കിങ്ദാവോയിൽ നിന്ന് പുറപ്പെട്ടത്. വിശാഖപട്ടണ തീരത്ത് നിന്ന് 260 നോട്ടിക്കൽ മൈൽ അകലെയാണ് സിയാങ്യാങ് ഹോങ് 1 എത്തിയത്. മിസൈൽ പരീക്ഷണത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകാൻ മാർച്ച് 7-ന് ഇന്ത്യ നോട്ടീസ് ടു എയർ മിസൈൽ പുറപ്പെടുവിച്ചിരുന്നു. ഈ ചാരക്കപ്പൽ മിസൈൽ പരീക്ഷണം വീക്ഷിച്ചിരിക്കാനും അതിന്റെ റേഞ്ചും മറ്റും മനസ്സിലാക്കിയിരിക്കാനുമാണ് സാധ്യത. ഈ കപ്പലുകൾ ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചൈനയുടെ അവകാശവാദം. എന്നാൽ സൈനിക ആവശ്യങ്ങൾക്കായി ഈ കപ്പൽ ചാരപ്രവർത്തനം നടത്തുന്നതായും പല സെൻസിറ്റീവ് ഡേറ്റകളും ചോർത്തുന്നതായും ഇന്ത്യ സംശയിക്കുന്നു. ഇത് ആദ്യമായിട്ടല്ല മിസൈൽ പരീക്ഷണ സമയത്ത് ചൈനയുടെ കപ്പൽ ചാരപ്രവർത്തനത്തിന് എത്തുന്നത്. 2022 നവംബർ 10, 11 തീയതികളിൽ നടത്താനിരുന്ന അഗ്നി സീരീസിൽ ഉൾപ്പെട്ട ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് യുവാങ്വാങ് 6 എന്ന ചൈനീസ് ചാരക്കപ്പലിന്റെ സാന്നിധ്യം മൂലം റീഷെഡ്യൂൾ ചെയ്തിരുന്നു. 2022 ഡിസംബർ 15, 16 തീയതികളിൽ അഗ്നി 5ന്റെ പരീക്ഷണം നടത്താനും ഇന്ത്യ തീരുമാനിച്ചിരുന്നു. അബ്ദുൽ കലാം ദ്വീപിൽ നടത്താനിരുന്ന ഈ പരീക്ഷണം ചാരക്കപ്പലായ യുവാങ്വാങ് 5 ഇന്ത്യൻ ഓഷൻ റീജിയനിൽ പ്രവേശിച്ചതുമൂലം മാറ്റിവെക്കുകയുണ്ടായി. ഒന്നിലധികം തവണ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ സമയത്ത് ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരിക്കലും കോയിൻസിഡൻസ് അല്ല. വ്യക്തമായ ലക്ഷ്യങ്ങൾ വെച്ചാണ് ഈ കപ്പലുകളുടെ വരവ്. സിയാങ്യാങ് ഹോങ് 1 പുറമെ മാലിദ്വീപിൽ തമ്പടിച്ചിട്ടുള്ള സിയാങ്യാങ് ഹോങ് 3 കപ്പലും ഇന്ത്യൻ നാവികസേനയ്ക്ക് തലവേദന സൃഷ്ടിക്കുകയാണ്. ചില ചൈനീസ് എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ പ്രകാരം അഗ്നി 5-ന് 5500 കിലോമീറ്റർ ദൂരപരിധിയിൽ കൂടുതൽ റേഞ്ച് ഉണ്ട്. 8000 കിലോമീറ്റർ ദൂരപരിധിയിൽ എത്താനുള്ള കേപ്പബിലിറ്റി അഗ്നി 5-ന് ഉണ്ടെന്നാണ് അവർ കരുതുന്നത്. ഈ കണ്ടെത്തൽ തന്നെയാകാം ചൈനയുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത്. 5500 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 5 ഇപ്പോൾ തന്നെ ചൈനയിൽ വിനാശം വിതയ്ക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ അതിന്റെ റേഞ്ച് 8000 കിലോമീറ്റർ ആകുകയാണെങ്കിലോ? ചിന്തിച്ചു നോക്കൂ, ചൈനയ്ക്ക് നെഞ്ചിടിപ്പ് കൂട്ടാൻ ഇന്ത്യയുടെ ഈ അഗ്നി പരീക്ഷണം തന്നെ പര്യാപ്തമല്ലേ?